പശ്ചിമ ബംഗാളിലെ നാദിയ ജില്ലയിലെ ഒരു കുടുംബം മകളുടെ ശ്രാദ്ധം നടത്തി. ഇതിൽ എന്താണ് പുതുമ എന്നായിരിക്കും. എന്നാൽ മകൾ ജീവിച്ചിരിക്കെയാണ് മരണപ്പെടുമ്പോൾ നടത്തുന്ന കർമ്മം നടത്തിയത്. 20 വയസ്സുകാരി അടുത്തിടെ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചിരുന്നു. 2ാം വർഷ കോളേജ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടി 12 ദിവസം മുമ്പ് ഒളിച്ചോടി പോയാണ് വിവാഹം കഴിച്ചത്. മറ്റൊരു മതത്തിൽപ്പെട്ടയാളെ വിവാഹം കഴിച്ച മകൾ തങ്ങളെ സംബന്ധിച്ചിടത്തോളം മരിച്ചതിന് തുല്യമാണെന്നും അതിനാലാണ് അവളുടെ ശ്രാദ്ധ ചടങ്ങ് നടത്തിയതെന്നും വീട്ടുകാർ പറയുന്നു. ഞങ്ങൾക്ക് അവൾ മരിച്ചതുപോലെയാണ്. ഞങ്ങൾ അവളുടെ വിവാഹം ഉറപ്പിച്ചിരുന്നു. പക്ഷെ അവൾ ഞങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ പോലും നിന്നില്ലെന്നാണ് പെൺകുട്ടിയുടെ അമ്മാവന്റെ പ്രതികരണം. ശ്രാദ്ധ ചടങ്ങുകളിലെ എല്ലാ ആചാരങ്ങളും പാലിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. കുടുംബാംഗങ്ങൾ തലമുണ്ടനം ചെയ്തു. യുവതിയുടെ ഫോട്ടോയിൽ മാലയിട്ട് ചടങ്ങുകൾക്കുടനീളം വെച്ചിരുന്നു. അവളുടെ എല്ലാ സ്വകാര്യ വസ്തുക്കളും കത്തിച്ചു കളഞ്ഞതായി യുവതിയുടെ അമ്മ പറയുന്നു. യുവതിയുടെ വിവാഹം വീട്ടുകാർ ഉറപ്പിച്ചതായിരുന്നു. എന്നാൽ പെൺകുട്ടിക്ക് ഇത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇത് ചൊല്ലി വീട്ടിൽ വഴക്കുമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് പെൺകുട്ടി മറ്റൊരു മതത്തിൽപ്പെട്ട കാമുകനൊപ്പം പോയത്. വിദേശത്തുള്ള പെൺകുട്ടിയുടെ അച്ഛനും കുടുംബത്തിന്റെ തീരുമാനത്തെ ശരിവെച്ചു. നിലവിൽ പെൺകുട്ടി ഭർത്താവിന്റെ കുടുംബത്തോടൊപ്പം മറ്റെവിടെയോ ആണ് താമസിക്കുന്നത്. മാനസികാരോഗ്യ വിദഗ്ധർ അവർക്ക് കൗൺസിലിംഗ് നൽകി വരുന്നതായി പറയുന്നുണ്ട്. നിലവിൽ പെൺകുട്ടി പ്രായപൂർത്തിയായതിനാൽ പോലീസിന് സ്വയമേ നടപടിയെടുക്കാൻ സാധിക്കില്ലെന്നും ഇക്കാര്യത്തിൽ കുടുംബത്തിന്റെ പരാതി ലഭിച്ചിട്ടില്ല എന്നും പറയുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.